Welcome to this lecture of machine drawing. In this lecture, we will discuss about fastening devices. ഇപ്പോൾ എന്താണ് ഫാസ്റ്റനിങ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പോണൻറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് ഫാസ്റ്റനിങ് ഡിവൈസസ് എന്ന് പറയുന്നത്. അതായത് സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത് നട്ട്, ബോൾട്ട്, സ്ക്രൂ ഉപയോഗിക്കുകയാണ് ഫാസ്റ്റനിങ് ഡിവൈസായിട്ട് സാധാരണ ഉപയോഗിക്കുക. ഇനി ഇത് കൂടാതെ മറ്റ് ഫാസ്റ്റനിങ് മെത്തേഡ്സ് ഉണ്ട്. സോൾഡറിങ്, ബ്രേസിങ്, വെൽഡിങ്, റിവറ്റ്. ഓക്കെ, ഇതും ഫാസ്റ്റനിങ് എന്നുള്ള വേറൊരു ഉപാധിയാണ്. അപ്പോൾ ഈ മൊഡ്യൂളിൽ ഈ ലെക്ചറിൽ നമ്മൾ പർട്ടിക്കുലർലി ഡിസ്കസ് ചെയ്യുന്നത് ത്രെഡഡ് ഫാസ്റ്റനേഴ്സ് എന്നാണ്. ത്രെഡഡ് ഫാസ്റ്റനേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ത്രെഡഡ് ഫാസ്റ്റനേഴ്സ് എന്ന് പറയുമ്പോൾ നട്ട് ആൻഡ് ബോൾട്ട്, സ്ക്രൂ ഇവയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫാസ്റ്റനേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ പെർമനൻറ്റ് ഫാസ്റ്റനേഴ്സ്, നെക്സ്റ്റ് ടെമ്പററി ഫാസ്റ്റനേഴ്സ്. അപ്പോൾ ഫാസ്റ്റനർ എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പോണൻറ്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്നതിനാണ് ഫാസ്റ്റനിങ് എന്ന് പറയുക. അതിന് ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് ഫാസ്റ്റനിങ് ഡിവൈസ് എന്ന് പറയുക. മേജറായിട്ട് ഉപയോഗിക്കുന്നത് നട്ട്, ബോൾട്ട്, സ്ക്രൂ ഇവയാണ്. ഇനി പെർമനൻറ്റ് ഫാസ്റ്റനറിലോട്ട് വരുമ്പോൾ എന്താണ് ഒരു പെർമനൻറ്റ് ഫാസ്റ്റനേഴ്സ്? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സ്ഥിരമായി രണ്ട് കമ്പോണൻറ്റുകളെ എപ്പോഴും സ്ഥിരമായി ഉറപ്പിച്ച് നിർത്തുക. ഇനി അത് രണ്ട് കമ്പോണൻറ്റുകൾ വേർപെടുത്തണമെങ്കിൽ ആ ഫാസ്റ്റനർ തന്നെ നമുക്ക് ഡിസ്ട്രക്ട് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ റിവറ്റ്. നമ്മൾ സാധാരണ റിവറ്റ് ഉപയോഗിക്കുന്നത് പാലങ്ങളുടെ കൺസ്ട്രക്ഷൻ, സ്റ്റീൽ സ്ട്രക്ചറുകളുടെ കൺസ്ട്രക്ഷനാണ്. അപ്പോൾ സ്റ്റീൽ പീസുകൾ ജോയിൻ ചെയ്യുന്നത് റിവറ്റ് വഴിയാണ്. ഇങ്ങനെ റിവറ്റ് വെച്ച് ജോയിൻ ചെയ്ത് സ്റ്റീൽ പീസ് നമുക്ക് വേർപെടുത്താം, പക്ഷേ റിവറ്റ് ഹെഡ് ബ്രേക്ക് ചെയ്യണം. പിന്നീട് ആ ഫാസ്റ്റനർ കൊണ്ട്, ആ റിവറ്റ് കൊണ്ട് വേറെ റിവറ്റിങ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് എ പെർമനൻറ്റ് ഫാസ്റ്റനർ. ഇനി മറ്റേതൊക്കെ പെർമനൻറ്റ് ഫാസ്റ്റനേഴ്സ് ഉള്ളത്? വെൽഡിങ്, സോൾഡറിങ്, ബ്രേസിങ് ഇവയൊക്കെ പെർമനൻറ്റ് ഫാസ്റ്റനേഴ്സിന് എക്സാമ്പിളാണ്. അടുത്തത് ടെമ്പററി ഫാസ്റ്റനർ. ടെമ്പററി ഫാസ്റ്റനർ എന്ന് പറയുമ്പോൾ ഒരിക്കൽ രണ്ട് കമ്പോണൻറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫാസ്റ്റനർ ലൂസ് ചെയ്ത് നമുക്ക് ആ കമ്പോണൻറ്റ് സെപ്പറേറ്റ് ചെയ്യാം. ഇതേ ഫാസ്റ്റനർ പിന്നെയും ഇത് ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കാം. അതായത് രണ്ട് കമ്പോണൻറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. ഈ കമ്പോണൻറ്റുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഫാസ്റ്റനേഴ്സ് ലൂസൺ ചെയ്ത് റിമൂവ് ചെയ്താൽ മതി. പിന്നെയും ഈ ഫാസ്റ്റനർ തന്നെ ഉപയോഗിച്ച് നമുക്കിത് ജോയിൻ ചെയ്യാം. അതിൻ്റെ മേജർ ക്ലാസിഫിക്കേഷനാണ് കീസ് ആൻഡ് പിൻസ്, നെക്സ്റ്റ് നെറ്റ്, ബോൾട്ട്, സ്ക്രൂ ഇവ. ഇപ്പോൾ കീ ആൻഡ് പിൻ, കീസ്, പിൻസ് നമുക്കറിയാം. എന്താണ് കീ എന്ന് വെച്ചാൽ? കീ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കീ അല്ല. ഇപ്പോൾ നമുക്കൊരു ഷാഫ്റ്റ്, ഷാഫ്റ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഷാഫ്റ്റിലാണ് നമ്മൾ ഗിയർ, ഇപ്പോൾ ഓട്ടോമൊബൈൽസിൻ്റെയൊക്കെ ഗിയർ ബോക്സ് ഗിയർ ഷാഫ്റ്റിലാണ് വെച്ചിരിക്കുന്നത്. ഈ ഷാഫ്റ്റ് ഗിയർ തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ പാടില്ല, ഒരു റൊട്ടേഷൻ പാടില്ല. ഈ സർക്കുലർ മോഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണം. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഷാഫ്റ്റിലും ഒരു സ്ലോട്ട് ഇടും, ഗിയറിൻ്റെ ഇന്നർ ഡയലും ഒരു സ്ലോട്ട് ഇടും. ആ സ്ലോട്ടുകൾ തമ്മിൽ അലൈൻ ചെയ്ത് അവിടെ വെക്കുന്ന സ്ക്വയർ ഓർ റെക്റ്റാങ്കുലർ ആയ മെറ്റൽ പീസിനെയാണ് നമ്മൾ കീ എന്ന് പറയുന്നത്. അപ്പോൾ കീ എന്ന് പറയുന്നത് ടെമ്പററി ഫാസ്റ്റനറാണ്. നമുക്ക് കീ റിമൂവ് ചെയ്തെടുക്കാം, പിന്നീട് അതേ കീ ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ സ്ക്വയറോ റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനുള്ള ഒരു മെറ്റൽ പീസ് ഗിയറിനും ഷാഫ്റ്റിൻ്റെയും ഇടയ്ക്ക് വെക്കുന്നത്. അതായത് ഗിയറിന് ഒരു ഹോൾ ഉണ്ടാവും, ഒരു സ്ലോട്ട് ഉണ്ടാവും, ഷാഫ്റ്റിന് ഒരു സ്ലോട്ട് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ഇത് അലൈൻ ചെയ്തിട്ട്, ഈ ഹോൾസ് അലൈൻ ചെയ്തിട്ട് അവിടെ നമ്മൾ സ്ക്വയർ ഓർ റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനിൽ ഈ മെറ്റൽ പീസ് വെക്കും. അങ്ങനെ മെറ്റൽ പീസ് വെക്കുമ്പോഴാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് തമ്മിൽ റൊട്ടേഷൻ ഇല്ലാത്തത്. അതായത് ഷാഫ്റ്റിൻ്റെ മുകളിൽ കിടന്ന് ഗിയർ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാത്തത് ഈ കീ ഉള്ളതുകൊണ്ടാണ്. അടുത്തത് പിൻ. നമുക്കറിയാം വാഹനങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ നട്ട് ടൈറ്റായി കഴിഞ്ഞാൽ അതിൻ്റെ അറ്റത്ത്, ആ നട്ട് ഏത് ബോൾട്ടിലോടാണ് കയറി പോകുന്നത്, ആ ബോൾട്ടിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ടൊരു ഹോൾഡ്, ആ ഹോളിലൂടെ നമ്മൾ ഒരു പിന്ന് ഇൻസേർട്ട് ചെയ്യും. അതായത് ബോൾട്ട് അവിടെ ഇരുന്നോളും, ഇനി അതിനൊരു എക്സ്ട്രാ ആയിട്ട് ഇടുന്നതാണ് പിന്ന്. ഇനി അടുത്തത് ടെമ്പററി ഫാസ്റ്റനേഴ്സിന് മേജറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നട്ട് ആൻഡ് ബോൾട്ട്, സ്ക്രൂ.
നമുക്ക് നട്ട് എന്താ ബോൾട്ട് എന്താണെന്നൊക്കെ അറിയാം. നട്ട് ആൻഡ് ബോൾട്ട് അസംബ്ലിയിൽ ലെന്ത് കൂടിയതിനാണ് ബോൾട്ട് എന്ന് പറയുക, ലെന്ത് കുറഞ്ഞ ഹോളോ ആയ പാർട്ടാണ് നട്ട് എന്ന് പറയുക. അതിനെക്കുറിച്ചാണ് കാര്യമായിട്ട് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ സ്ക്രൂസ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് ഹിഞ്ചസ് പിടിപ്പിക്കാനും ഫാബ്രിക്കേഷൻ പർപ്പസിനൊക്കെ നമ്മൾ സ്ക്രൂസ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ നട്ട് എന്താ ബോൾട്ട് എന്താണെന്നൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം നെറ്റ് ബോൾട്ട് ഒരു അസംബ്ലിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു നെറ്റ് ബോൾട്ട് അസംബ്ലിയാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു ഈ ലെന്ത് കൂടിയ പാർട്ടിനെയാണ് ബോൾട്ട് എന്ന് പറയും. ഇതാണ് ബോൾട്ട്. ഇനി ലെന്ത് കുറഞ്ഞ പാർട്ട് ബോൾട്ടിലോട്ട് കയറി ടൈറ്റ് ആവുന്നതിന് ഹോളോ ആയ പാർട്ടിനാണ് നട്ട് എന്ന് പറയും. ഇനി ഇതാണ് ബോൾട്ടിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. ബോൾട്ടിൻ്റെ നമ്മൾ ടൈറ്റഡ് ചെയ്യുന്ന ഹെക്സഗണൽ ക്രോസ് സെക്ഷനുള്ള ഭാഗത്തിനാണ് ഹെഡ് എന്ന് പറയുക. ഇനി ഇതിൻ്റെ ത്രെഡഡ് അല്ലാത്ത ഭാഗം, അൺത്രെഡഡ് ആയിട്ടുള്ള ഭാഗത്തിനാണ് ഷാങ്ക് എന്ന് പറയുക. അൺത്രെഡഡ് പാർട്ട് ഈസ് കോൾഡ് ഷാങ്ക്. ഈ ഷാങ്കിന് ഒരു റേഡിയസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ഇതിൻ്റെ നെറ്റിൻ്റെ റേഡിയസ്. നെറ്റിൻ്റെ ഡയമെൻഷൻ നമ്മൾ യൂഷ്വലി ഡയമീറ്റർ വെച്ചിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യുക. ഡയമീറ്റർ വെച്ചായിരിക്കും റേഡിയസ് വെച്ച് പറയാറില്ല, ഡയമീറ്റർ വെച്ചായിരിക്കും പറയുക. ഇനി ഈ ഷാങ്കിൻ്റെ ഈ പാർട്ട് ത്രെഡ് ഇല്ലാത്ത ഈ ഭാഗം അതിനെയാണ് ഗ്രിപ്പ് ലെന്ത് എന്ന് പറയുക. ഗ്രിപ്പ് ലെന്ത് ഷാങ്ക്, അതായത് ത്രെഡ് ഇല്ലാത്ത ഒരു ബോൾട്ടിൻ്റെ ത്രെഡ് ഇല്ലാത്ത ഭാഗത്തിനാണ് ഗ്രിപ്പ് ലെന്ത് എന്ന് പറയുക. ഇനി ത്രെഡുള്ള ഭാഗത്തിൻ്റെ ലെന്തിനെ ത്രെഡ് ലെന്ത് എന്ന് പറയും. ഈ നോമിനൽ ലെന്ത് എന്ന് പറയുന്നത് ത്രെഡ് ലെന്തിൻ്റെയും ഗ്രിപ്പ് ലെന്തിൻ്റെയും സമാണ്. നോമിനൽ ലെന്ത് എന്ന് പറയുന്നത് ത്രെഡ് ലെന്തിൻ്റെയും ഗ്രിപ്പ് ലെന്തിൻ്റെയും സമാണ്. ഇനി ലാസ്റ്റ് ത്രെഡ് ഉള്ള ഈ ഭാഗത്തിനാണ് റൺ ഔട്ട് എന്ന് പറയുന്നത്. ലാസ്റ്റ് ത്രെഡുള്ള ഭാഗം റൺ ഔട്ട് എന്ന് പറയും. ഇനി ഇതാണ് നട്ട്. ഈ നെട്ട് ആണ് ടൈറ്റനിങ്. നമ്മൾ സാധാരണ നട്ടാണ് ടൈറ്റ് ചെയ്യുക. അപ്പം നട്ട് ടൈറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ അൺത്രെഡഡ് പോർഷനിലോട്ട് ഈ ഭാഗത്തോട് അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് രണ്ട് കമ്പോണൻറ്റ് തമ്മിൽ ഫിക്സ് ചെയ്ത് പിടിക്കുക, ടൈറ്റ് ചെയ്ത് പിടിക്കുക. അങ്ങനെയാണ് ഈ നട്ടും യൂഷ്വലി ഹെക്സഗണൽ ക്രോസ് സെക്ഷൻ ആയിരിക്കും ഉള്ളത്. സ്ക്വയർ നട്ടുണ്ട്, എന്നാണ് യൂഷ്വലി ഹെക്സഗണൽ ക്രോസ് സെക്ഷൻ ആയിരിക്കും ഉള്ളത്. നട്ടിൻ്റെ ഈ മോൾ ഭാഗം ഇവിടെ ശ്രദ്ധിച്ചറിയാം. ഈ ഭാഗം നമ്മൾ സ്പാനേഴ്സൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്പാനേഴ്സ് ഈസി ആയിട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനാണ് ചാംഫറിങ് എന്ന് പറയും. അതുപോലെ ഈ ബോൾട്ടിൻ്റെ എൻഡിലും നമ്മൾ ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട്, അതിനെ നമ്മൾ ചാംഫറിങ് എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് നട്ട് ആൻഡ് ബോൾട്ടിനെ കുറിച്ച് ജനറലായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് നട്ട് ആൻഡ് ബോൾട്ടിൻ്റെ അനാട്ടമി. ഞാൻ അടുത്തത് അനാട്ടമി ഓഫ് സ്ക്രൂ. അപ്പോൾ സ്ക്രൂ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഫാബ്രിക്കേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാറുള്ളതാണ് സ്ക്രൂ. ഈ സ്ക്രൂവിൻ്റെ ക്ലാസിഫിക്കേഷൻ മേജറായിട്ട് കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സ്ക്രൂവിൻ്റെ മേജറായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, ഫസ്റ്റ് വൺ ക്യാപ് സ്ക്രൂ, നെക്സ്റ്റ് വൺ മെഷീൻ സ്ക്രൂ. ഇപ്പോൾ ക്യാപ് സ്ക്രൂ എന്ന് പറഞ്ഞാൽ രണ്ട് മെറ്റൽ തിൻ പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ക്രൂസിനാണ് ക്യാപ് സ്ക്രൂസ് എന്ന് പറയുക. ഇനി മെഷീൻ സ്ക്രൂ എന്ന് പറയുമ്പോൾ മെഷീൻ്റെ കേസിങ് മെഷീനിലോട്ട് ഫിക്സ് ചെയ്യുന്ന സ്ക്രൂസിനെയാണ് മെഷീൻ സ്ക്രൂസ് എന്ന് പറയുക. ഇനി നമുക്ക് സ്ക്രൂവിൻ്റെ അനാട്ടമി ഒന്ന് നോക്കാം, സ്ക്രൂവിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. അപ്പോൾ സ്ക്രൂവിൻ്റെ ഹെഡ്, ഈ ഭാഗത്തിനാണ് ഹെഡ് എന്ന് പറയുക. ഓക്കെ, ഈ ഭാഗത്തിനാണ് ഹെഡ് എന്ന് പറയുക. അതിൻ്റെ ഹെഡിൻ്റെ ഷേപ്പ് ശ്രദ്ധിക്കുക. ഇനി ഈ ഹെഡിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റാർ ഓർ മൈനസ് ഹോൾ ഷേപ്പായുള്ള ഹോൾ അവിടെ ഉണ്ടാവും. സ്റ്റാർ ഓർ മൈനസ്, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല, നമുക്ക് സാധാരണ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെ ഈ ഭാഗത്തിന്, ഈ ടോപ്പ് ഹെഡിനെ ഡ്രൈവ് എന്ന് പറയും. ഡ്രൈവ് എന്ന് പറയും. ഇനി ത്രെഡ് ഇല്ലാത്ത പോർഷനെ, അൺത്രെഡഡ് പാർട്ടിനെ ഷാങ്ക് എന്ന് പറയും. ഇനി ത്രെഡുള്ള പോർഷന് ത്രെഡഡ് റീജിയൻ, അതിൻ്റെ ലെന്താണ് ത്രെഡ് ലെന്ത്. ഇനി ത്രെഡിൻ്റെ കേസിൽ രണ്ട് ത്രെഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അത് ബോൾട്ടിൻ്റെ കേസ് ആയിക്കോട്ടെ സ്ക്രൂവിൻ്റെ കേസ് ആയിക്കോട്ടെ, രണ്ട് ത്രെഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ പിച്ച് എന്ന് പറയും. ഇനി ഒരു ത്രെഡിൻ്റെ ഔട്ടർ ഡയ, ഈ ഡയ ത്രെഡിൻ്റെ ക്രസ്റ്റ്, ഈ ഭാഗത്തിന് ത്രെഡിൻ്റെ ഏറ്റവും വലിയ ഡയാണ് ക്രസ്റ്റ് എന്ന് പറയുക. ഇനി അതിൻ്റെ വീൻ്റെ ഗ്രൂവിലെ എൻഡ് മിനിമം ഡയനെയാണ് റൂട്ട് ഡയ എന്ന് പറയുക. ഇനി
ഇതിനാണ് അപ്പോൾ ക്രസ്റ്റ് എന്താണെന്ന് പറഞ്ഞു, ക്രസ്റ്റ് എന്താണെന്ന് പറഞ്ഞു, റൂട്ട് എന്താണെന്ന് പറഞ്ഞു. ഇനി അടുത്തത് പിച്ച്. പിച്ച് എന്ന് വെച്ചാൽ ഒരു ത്രെഡിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത ത്രെഡിൻ്റെ അതേ പോയിന്റിലോട്ടുള്ള ആക്സിയൽ ഡിസ്റ്റൻസിനെയാണ് പിച്ച് എന്ന് പറയുന്നത്. ഒരു ത്രെഡിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത ത്രെഡിൻ്റെ അതേ പോയിന്റിലോട്ടുള്ള ആക്സിയൽ ഡിസ്റ്റൻസിനെയാണ് പിച്ച് എന്ന് പറയുന്നത്. ഇപ്പം 2 mm പിച്ച് എന്ന് കരുതുക. ഒരു ബോൾട്ടിൻ്റെ പിച്ച് 2 mm ആണെങ്കിൽ നമ്മൾ ബോൾട്ട് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഒരു ഫുൾ റൊട്ടേഷൻ ചെയ്യുമ്പോൾ 2 mm ഇങ്ങോട്ട് അഡ്വാൻസ് ചെയ്യും. ഇഫ് ദ പിച്ച് ഈസ് 3 mm, ഇറ്റ് വിൽ അഡ്വാൻസ് 3 mm ആക്സിയലി ഓൺ എ കംപ്ലീറ്റ് റൊട്ടേഷൻ. അതിനാണ് പിച്ച് എന്ന് പറയുന്നത്. ഇനി സ്ക്രൂനൈസിലൂടെ മേജർ ഡയ മൈനർ ഡയ കാണിച്ചിട്ടുണ്ട്. ഇനി വേറൊരു ടൈം കൂടെ പറയും. നമ്മൾ സാധാരണ പിച്ച് ഡയ, ഡിസൈൻ പർപ്പസിന് സാധാരണ എടുക്കുന്നത് പിച്ച് ഡയ ആണ്. അപ്പോൾ പിച്ച് ഡയ എന്ന് പറയുമ്പോൾ മേജർ ഡയൻ്റെയും മൈനർ ഡയൻ്റെയും കൂടി ഒരു മീൻ ഡയാണ് പിച്ച് ഡയ ആയിട്ട് എടുക്കുക. അപ്പം ഇത്രയാണ് നട്ട് ഒരു ജനറലി ത്രെഡഡ് ഫാസ്റ്റനേഴ്സിൻ്റെ അനാട്ടമി ആയിട്ട് പറയാനുള്ള ഇത്രയും കാര്യങ്ങളാണ്. അടുത്തത് ത്രെഡ് ടെർമിനോളജി. നമുക്ക് വിശദമായിട്ട് ഇവിടെ ത്രെഡ് ടെർമിനോളജി നോക്കാം. ഫസ്റ്റ് വൺ, മേജർ ഡയമീറ്റർ. മേജർ ഡയമീറ്റർ എന്ന് ഒരു ഷാങ്കിൻ്റെ ഏറ്റവും വലിയ ഡയമീറ്റർ, ഷാങ്കിൻ്റെ ഡയമീറ്റർ. ഷാങ്ക് എന്നാണ് നമ്മൾ പറഞ്ഞു, അൺത്രെഡഡ് പാർട്ടിനാണ് ഷാങ്ക് എന്ന് പറയും. ആ ഷാങ്കിൻ്റെ ഏറ്റവും വലിയ ഡയമീറ്ററാണ് മേജർ ഡയമീറ്റർ എന്ന് പറയും. ഇനി ആ ഷാങ്കിൽ അത്രയും ഡയമീറ്ററിലാണ് നമ്മൾ ത്രെഡ് കട്ട് ചെയ്യുക. ആ ത്രെഡ് കട്ട് ചെയ്യുമ്പം അതിൻ്റെ റൂട്ടിൽ ഫോം ചെയ്യുന്ന ഡയമീറ്റർ, ഇതാണ് റൂട്ട് എന്ന് പറയുന്നത്, ആണ് റൂട്ട്. ഈ റൂട്ടിലെ ഡയമീറ്ററിനെ നമ്മൾ മൈനർ ഡയമീറ്റർ എന്ന് പറയും. ഇനി മേജർ ഡയമീറ്ററിൻ്റെയും മൈനർ ഡയമീറ്ററിൻ്റെയും മീനായിട്ടുള്ള ഡയമീറ്ററാണ് പിച്ച് ഡയമീറ്റർ ഓർ മീൻ ഡയമീറ്റർ ഓർ പിച്ച് ഡയമീറ്റർ എന്ന് പറയും. അടുത്തത് പിച്ച്, അതായത് ഒരു ത്രെഡിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് തൊട്ടടുത്ത ത്രെഡിൻ്റെ അതേ പോയിന്റിലോട്ടുള്ള ആക്സിയൽ ഡിസ്റ്റൻസ്, ഇതിനെയാണ് പിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ പിച്ചിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഒരു ത്രെഡ്, ഇപ്പം നമ്മളൊരു നട്ട് ആൻഡ് ബോൾട്ട് അസംബ്ലി ടൈറ്റ് ചെയ്യുമ്പോൾ ഒരു നട്ട് ഒരു ഫുൾ റൊട്ടേഷൻ തിരിക്കുമ്പോൾ അതിൻ്റെ പിച്ചിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും അത് അഡ്വാൻസ് ചെയ്യും. അതായത് ഇപ്പോൾ പിച്ച് എന്ന് പറയുന്നത് 2 mm ആണെങ്കിൽ ഒരു ഫുൾ റൊട്ടേഷൻ നട്ട് ഒന്ന് ഫുള്ള് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, സപ്പോസ് ഇതാണ് 2 mm എന്ന് എഴുതുക, ഇതിൻ്റെ പിച്ച് 2 mm എന്ന് എഴുതുക. ഫുൾ റൊട്ടേഷൻ നട്ട് ഒരു ഫുൾ റൊട്ടേഷൻ ചെയ്യുമ്പോൾ നട്ട് ഇവിടെ മുതൽ ഇത്രയും ഡിസ്റ്റൻസ് അഡ്വാൻസ് ചെയ്യും. അതിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡ്രോയിങ്സിൽ മേജർ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി ഓർ സ്മോൾ ഡി ഇത് വെച്ചാൽ കാണിക്കുക, മൈനർ ഡയമീറ്റർ കാണിക്കുക, അതായത് റൂട്ട് ഡയമീറ്റർ D1 എന്നാണ് ഡിനോട്ട് ചെയ്യുക. മീൻ ഡയമീറ്ററിനെ നമ്മൾ D2 എന്ന് ഡിനോട്ട് ചെയ്യും. ഇനി റൂട്ട് പറഞ്ഞു, ക്രസ്റ്റ് പറഞ്ഞു. ഇനി ഒരു ബോൾട്ടിൻ്റെ എൻഡിൽ നമ്മൾ ഇതുപോലെ ഒരു 45 ഡിഗ്രിയിൽ നിന്ന് ഒരു കട്ട് കൊടുക്കും. ഇതിനെയാണ് നമ്മൾ ചാംഫർ എന്ന് പറയും. 45 ഡിഗ്രിയിൽ കൊടുക്കുന്ന കട്ടിനെയാണ് ചാംഫർ എന്ന് പറയും. എന്താണ് ഈ ചാംഫർ? നട്ട് ഈസി ആയിട്ട് കയറി പോകാൻ വേണ്ടിയിട്ടാണ് ഈ ചാംഫർ കൊടുക്കുക. നട്ട് ബോൾട്ടിലേക്ക് ഈസി ആയിട്ട് കയറി പോകാൻ വേണ്ടിയാണ് ഈ ചാംഫർ കൊടുക്കുന്നത്. ഇനി ത്രെഡ് ആംഗിൾ, ഈ ഫേസിനെ, അതായത് നമ്മുടെ ത്രെഡ് കട്ട് ചെയ്ത ഈ 2 അഡ്ജസൻറ്റ് ഫേസിനെ ഫ്ലാങ്ക് എന്ന് പറയും. ഈ ഫ്ലാങ്കിൻ്റെ ഇടയിൽ ഫോം ചെയ്യുന്ന ആംഗിളിനെയാണ് ത്രെഡ് ആംഗിൾ എന്ന് പറയുക. ത്രെഡ് ആംഗിൾ ഈസ് ആംഗിൾ ഫോംഡ് ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് ഫ്ലാങ്സ് ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ 2α. അപ്പോൾ ഇത്രയാണ് ത്രെഡ് ടെർമിനോളജിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്ത നമുക്ക് ത്രെഡിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, എക്സ്റ്റേണൽ ത്രെഡ്, അതായത് പുറമേയുള്ള ത്രെഡ്, നമുക്ക് കൈകൊണ്ട് പുറമേ നിന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്ന ത്രെഡ്. ഫോർ എക്സാമ്പിൾ ബോൾട്ടിൻ്റെ ത്രെഡ് എക്സ്റ്റേണൽ ത്രെഡാണ്. ഇനി ഇൻറ്റേർണൽ ത്രെഡ് എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ളത്, ഇൻറ്റേർണൽ ത്രെഡ് എന്ന് പറഞ്ഞാൽ ത്രെഡ് ഉള്ളിലുള്ളത്. എക്സാമ്പിൾ നട്ടിലെ ത്രെഡ് ഇൻറ്റേർണൽ ത്രെഡാണ്. അപ്പോൾ ഇൻറ്റേർണൽ ത്രെഡ് കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസിനാണ് നമ്മൾ ടാപ്പ് എന്ന് പറയുന്നത്. അടുത്തത് ചാംഫർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നട്ട് ബോട്ടിലോട് ഈസി ആയിട്ട് കയറി പോകാൻ വേണ്ടി ഉള്ള 45 ഡിഗ്രിയിൽ നമ്മൾ കൊടുക്കുന്ന കട്ടിനെയാണ് ചാംഫർ എന്ന് പറയുന്നത്. ഇനി ത്രെഡിൻ്റെ മേജർ ക്ലാസിഫിക്കേഷനാണ് റൈറ്റ് ഹാൻഡ് ത്രെഡ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ്.
അപ്പോൾ എന്താണ് റൈറ്റ് ഹാൻഡ് ത്രെഡ് എന്ന് നോക്കാം. അപ്പോൾ റൈറ്റ് ഹാൻഡ് ത്രെഡാണ് നമ്മൾ സാധാരണ മിക്കവാറും എല്ലായിടത്തും കാണുന്നത് റൈറ്റ് ഹാൻഡ് ത്രെഡാണ്. ഈ ത്രെഡ് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് റൈറ്റ് ഹാൻഡ് ഓർ ലെഫ്റ്റ് ഹാൻഡ് എന്ന് വ്യക്തമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അത് ഡിഫാൾട്ടായിട്ട് റൈറ്റ് ഹാൻഡ് ത്രെഡ് ആയിരിക്കും. അതായത് ഇഫ് എ ത്രെഡ് ഈസ് നോട്ട് സ്പെസിഫൈഡ്, ദാറ്റ് ഈസ് ഇറ്റ്സ് നോട്ട് സ്പെസിഫൈഡ് ആസ് റൈറ്റ് ഓർ ലെഫ്റ്റ്, റൈറ്റോ ലെഫ്റ്റോ ഒന്ന് സ്പെസിഫൈ ചെയ്തിട്ടേ ഇല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് അതെന്തായിരിക്കും റൈറ്റ് ഹാൻഡ് ത്രെഡ് ആയിരിക്കും. അപ്പോൾ റൈറ്റ് ഹാൻഡ് ത്രെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസ് നമ്മൾ റൈറ്റ് ഹാൻഡ് വെച്ച് റൊട്ടേറ്റ് ചെയ്യും. ഈ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ത്രെഡ് ടൈറ്റ് ആവും, അതായത് അഡ്വാൻസ് ചെയ്യും. ഇപ്പം നമ്മൾ നെറ്റ് പിടിച്ച് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ബോൾട്ട് ഹെഡിലോട്ട് നെറ്റ് അഡ്വാൻസ് ചെയ്യും. അതിനെയാണ് റൈറ്റ് ഹാൻഡ് ത്രെഡ് എന്ന് പറയുക. അടുത്ത് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ്. ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരും, നേരെ ഓപ്പോസിറ്റ്. ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുക, അതായത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഈ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴായിരിക്കും എന്ത് നെട്ടും ബോൾട്ടും നമ്മൾ ടൈറ്റ് ആകും. അത് വളരെ റയർ കേസിൽ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ മിക്സർ ഗ്രൈൻഡറിൻ്റെ ജാറ്, മോട്ടർ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സാധനം ക്ലോക്ക് വൈസിലാണ് ടൈറ്റ് ചെയ്തെങ്കിൽ അത് ഓവർ ടൈറ്റ് ആയിട്ട് അത് ബ്രേക്ക് ആയി പോകും. ഓക്കെ, ടൈറ്റായിട്ട് ബ്രേക്ക് ആയി പോകും. അപ്പോൾ നമ്മൾ മിക്സീൻ്റെ ജാറ് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡാണ്. അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയ ആപ്ലിക്കേഷൻസിന് എന്ത് ഉപയോഗിക്കാറുള്ളൂ? ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് ഉപയോഗിക്കാറുള്ളൂ. നോർമലി നമ്മൾ എല്ലായിടത്തും സാധാരണ ഫാസ്റ്റനിങ്ങിന് ഉപയോഗിക്കുന്ന റൈറ്റ് ഹാൻഡ് ത്രെഡാണ്. ഒരു ത്രെഡ് റൈറ്റ് ഹാൻഡ് ഓർ ലെഫ്റ്റ് ഹാൻഡ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അതെന്തായിരിക്കും? റൈറ്റ് ഹാൻഡ് ത്രെഡ് തന്നെ ആയിരിക്കും. അടുത്തത് മൾട്ടി സ്റ്റാർട്ട് ത്രെഡ്. മൾട്ടി സ്റ്റാർട്ട് ത്രെഡ്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം സിംഗിൾ സ്റ്റാർട്ട് ത്രെഡാണ്. സ്പെഷ്യൽ ആപ്ലിക്കേഷൻസിലാണ് മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് ഉപയോഗിക്കാറ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ പേനയുടെ ക്യാപ്പ്, ഈ ടൂത്ത് പേസ്റ്റിൻ്റെ ക്യാപ്പ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ എന്താണ് മൾട്ടി ത്രെഡിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? മൾട്ടി സ്റ്റാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നമ്മൾ പറയാൻ പോകും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ത്രെഡിൽ നിന്ന് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത ത്രെഡിൻ്റെ അതേ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസിനാണ് എന്ത് പറയുക? പിച്ച് എന്ന് പറയുക. ഇനി ഒരു കംപ്ലീറ്റ് റൊട്ടേഷന് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ്, ആക്സൽ ഡിസ്റ്റൻസിനെയാണ് ലീഡ് എന്ന് പറയുക. ഇതാണ് ലീഡ്. ഇനി നമ്മൾ മൾട്ടി സ്റ്റാർട്ടിലോട്ട് വരുമ്പോൾ, മൾട്ടി സ്റ്റാർട്ട് എന്ന് വെച്ചാൽ ഒരേ ഷാങ്കിൽ തന്നെ രണ്ട് ത്രെഡ് ഉണ്ടാകും. അതായത് ഒരു ത്രെഡ് സ്റ്റാർട്ട് ചെയ്യും, അതിന് 180 ഡിഗ്രിയിൽ നിന്ന് അടുത്ത ത്രെഡ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ രണ്ട് ത്രെഡ് ഉണ്ടാവും. ഇപ്പോൾ 2 സ്റ്റാർട്ടാണെങ്കിൽ ഡബിൾ സ്റ്റാർട്ട് ത്രെഡാണെങ്കിൽ അങ്ങനെ. ഇനി ട്രിപ്പിൾ സ്റ്റാർട്ട് ആണെങ്കിലോ 120 ഡിഗ്രി ഇൻ്റർവെല്ലിൽ ഓരോ ത്രെഡ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ 3 ത്രെഡാവും. ഇനി 4 സ്റ്റാർട്ട് ആണെങ്കിലോ 90 ഡിഗ്രി ഇൻ്റർവെല്ലിൽ ത്രെഡ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ടോട്ടലി 4 ത്രെഡ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്താ വ്യത്യാസം? ലീഡിനാണ് വ്യത്യാസം വരിക. ഇപ്പോൾ ഒരു ഡബിൾ സ്റ്റാർട്ട് ത്രെഡാണ് കരുതുക. ഡബിൾ സ്റ്റാർട്ട് ത്രെഡ് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പിച്ചിൻ്റെ 2 ടൈംസ് ആയിരിക്കും ലീഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 2 mm പിച്ചുള്ളൊരു ത്രെഡാന്ന് എഴുതുക. ഇപ്പം മൾട്ടി സ്റ്റാർട്ട് ആയാലും സിംഗിൾ സ്റ്റാർട്ട് ആയാലും എന്തായാലും രണ്ട് ത്രെഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് പിച്ച് എന്ന് പറയുക. പക്ഷേ ലീഡ് എന്ന് പറയുന്നത് ഒരു നട്ട് ഒരു ഫുൾ റൊട്ടേഷന് മൂവ് ചെയ്യുന്ന ആക്സിയൽ മൂവ്മെൻറ്റിനാണ് ലീഡ് എന്ന് പറയുക. ഇനി മൾട്ടി സ്റ്റാർട്ട് ത്രെഡിൻ്റെ കേസിൽ, അതായത് സപ്പോസ് ഡബിൾ സ്റ്റാർട്ട് ത്രെഡിൻ്റെ കേസിൽ ഇവിടെ ശ്രദ്ധിക്കുക, പിച്ചിൻ്റെ ഇരട്ടിയായിരിക്കും നമുക്ക് ലീഡ് കിട്ടുക. അതായത് 2 സ്റ്റാർട്ട് ത്രെഡുകൾ അത്രയും ഇൻ്റർവെല്ലായിരിക്കും. അത് ഒരു ത്രെഡ് പോകുന്നു, അതിൻ്റെ ഇടയ്ക്കിട്ട് അടുത്തതും പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഫുൾ റൊട്ടേഷന് പിച്ചിൻ്റെ 2 ടൈംസ് ആക്സിയൽ മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ലീഡ് എന്ന് പറയുന്നത് പിച്ചിൻ്റെ 2 ടൈംസ് ആയിരിക്കും. ഇനി 4 സ്റ്റാർട്ട് ത്രെഡിൻ്റെ കേസ് നോക്കുക, പിച്ചിൻ്റെ 4 ടൈംസ് ആയിരിക്കും ലീഡ് കിട്ടുക. അതായത് സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് 4 തവണ റൊട്ടേറ്റ് ചെയ്യുന്ന എഫക്റ്റ് 4 സ്റ്റാർട്ട് ത്രെഡ് ഒറ്റ തവണ റൊട്ടേഷന് കിട്ടും. ഇനി ട്രിപ്പിൾ സ്റ്റാർട്ട് ത്രെഡ് ആണെങ്കിൽ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് 3 തവണ റൊട്ടേറ്റ് ചെയ്യുന്ന എഫക്റ്റ്, 3 തവണ റൊട്ടേറ്റ് ചെയ്യുന്ന ലീഡ് ഓർ ആക്സിയൽ മൂവ്മെൻറ്റ് ഒറ്റ റൊട്ടേഷന് കിട്ടും. അതാണ് മൾട്ടി സ്റ്റാർട്ട് ത്രെഡും സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് തമ്മിലുള്ള വ്യത്യാസം. അതായത് ഏറ്റവും പെട്ടെന്ന് ടൈറ്റ് ചെയ്യേണ്ടതിനൊക്കെയാണ് നമ്മൾ മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് ഉപയോഗിക്കുക. എക്സാമ്പിൾ പറയുന്നത് നമ്മൾ പേനേൻ്റെ ഗ്യാപ്പ്, ടൂത്ത് പേസ്റ്റിൻ്റെ ഗ്യാപ്പ്, അവിടെയൊക്കെയാണ് നമ്മൾ മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് സാധാരണയായിട്ട് ഉപയോഗിക്കുക.
അടുത്തത് കൺവെൻഷണൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ത്രെഡ്. അതായത് നമ്മൾ ഡ്രോയിങ്ങിൽ ഇതെങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക, ഇൻറ്റേർണൽ ത്രെഡും എക്സ്റ്റേണൽ ത്രെഡും ഡ്രോയിങ്ങിന് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇൻറ്റേർണൽ ത്രെഡ് നോക്കാം. ഇൻറ്റേർണൽ ത്രെഡ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസിനാണ് നമ്മൾ ടാപ്പ് എന്ന് പറയും. ഇനി ഇതാണ് ഒരു സെക്ഷണൽ വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ ഹാച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഇൻറ്റേർണൽ ത്രെഡിൻ്റെ ഔട്ടർ ഡൈ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടിന്യൂസ് തിൻ ലൈനിലാണ് ഔട്ടർ ഡൈ കാണിച്ചിരിക്കുന്നത്. ഇനി ഈ ത്രെഡിൻ്റെ ലാസ്റ്റ് പോർഷനെ, ത്രെഡ് എൻഡ് ചെയ്യുന്ന പോർഷനെ ത്രെഡ് റൺ ഔട്ട് എന്ന് പറയുന്നു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ത്രെഡിൻ്റെ ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ത്രെഡ് ലെന്ത് എന്ന് പറയുന്നത്. ഇനി ടാപ്പിംഗ് ഹോളിൻ്റെ ലെന്ത് ഇവിടെ കാണിച്ചിരിക്കുന്നു. ടാപ്പിംഗ് ഹോളിൻ്റെ ലെന്ത്. ത്രെഡ് ആംഗിൾ 2α എന്ന് വെച്ച് ഡിനോട്ട് ചെയ്യുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇനി സൈഡ് വ്യൂവിൽ സർക്കുലർ സെക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ഔട്ടർ പോർഷൻ. ഈ ഔട്ടർ പോർഷൻ്റെ ഉള്ളിൽ ഹോളോ നമ്മൾ ഇൻറ്റേർണൽ ത്രെഡാണ് ടാപ്പ് വെച്ച് ഫോം ചെയ്യുക. ഇനി ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് റൂട്ട്. ഏറ്റവും ഇൻറ്റേർണലിൻ്റെ ഏറ്റവും ചെറിയ ഇൻറ്റേർണൽ ത്രെഡിൻ്റെ ഏറ്റവും ചെറിയ ഡയമീറ്റർ കണ്ടിന്യൂസ് തിക്ക് ലൈനായിട്ട് വൈഡ് ലൈനായിട്ട് കാണിച്ചിരിക്കുന്നു ഇൻറ്റേർണൽ ത്രെഡിൻ്റെ. ഇനി ഇൻറ്റേർണൽ ത്രെഡിൻ്റെ വലിയ ഡയമീറ്റർ മേജർ ഡയമീറ്റർ കാണിച്ചിരിക്കുന്നത് കണ്ടിന്യൂസ് തിൻ ലൈനായിട്ട് കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇൻറ്റേർണൽ ത്രെഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു ഡ്രോയിങ്ങിൽ ഇൻറ്റേർണൽ ത്രെഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അടുത്തത് എക്സ്റ്റേണൽ ത്രെഡിൻ്റെ റെപ്രസെൻറ്റേഷൻ. എക്സ്റ്റേണൽ ത്രെഡ് ഷാങ്ക് ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇനി ത്രെഡിൻ്റെ മൈനർ ഡയ, ഇത് മേജർ ഡയ ഇവിടെ കാണിച്ചിരിക്കുന്നു. ത്രെഡിൻ്റെ ലെന്ത് കാണിച്ചിട്ടുണ്ട്, ചാംഫർ കാണിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ടോപ്പ് വ്യൂ ആയിട്ട് സെക്ഷൻ കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കണ്ടിന്യൂസ് തിക്ക് ലൈനിൽ തന്നെയാണ് എന്ത് റെപ്രസെൻ്റ് ചെയ്യുക, കണ്ടിന്യൂസ് തിക്ക് ലൈനിലാണ് മേജർ ഡൈ മൈനർ ഡൈ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ കൺവെൻഷണലായിട്ട് ഒരു ഡ്രോയിങ്ങിൽ നമ്മൾ ഇൻറ്റേർണൽ ത്രെഡും എക്സ്റ്റേണൽ ത്രെഡും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതുപോലെയാണ്.